വടക്കൻ കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതോടെ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കോഴിക്കോട് കാപ്പാട് സ്വദേശി 2 വയസ്സുകാരൻ മരിച്ചു. കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് നീലേശ്വരം ചീമേനി കരിന്തളം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച മഴ മലബാറിന്റെ പല മേഖലകളിലും ഇന്ന് ഉച്ചവരെ തുടർന്നു. ഇതിനിടയിലാണ് കോഴിക്കോട് കാപ്പാട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചത്. കണ്ണങ്കടവ് സ്വദേശി നൌഷാദിന്റെ മകൻ മാഫിൻ ഇറാഷാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് 4 ഏക്കറോളം കൃഷിഭൂമി ഒലിച്ചുപോയി. വടകര ദേശീയപാതയിൽ മണ്ണിടിഞ്ഞത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിനിടയാക്കി. കക്കയം തലയാട് റോഡിൽ 26-ാം മൈലിലും മണ്ണിടിഞ്ഞു. മാവൂർ, പാലാഴി, കോട്ടുളി, വെള്ളിപ്പറമ്പ്, വിലങ്ങാട്, കക്കയം എന്നിങ്ങനെ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ പല കുടുംബങ്ങളെയും ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇന്നലെ രാവിലെ മുതലാണ് വെള്ളം കയറിയത്. രാത്രിയാണ് വെള്ളം കൂടിയത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂപ്പർക്ക് സുഖമില്ലാത്ത ആളാണ്. പുറത്തേക്കൊന്നും പോകാനും കഴിയുന്നില്ല. ബൈപ്പാസ് വന്നതോടുകൂടി ഇവിടുത്തെ ഡ്രെയിനേജ് ഇവർ ഈ കോൺക്രീറ്റ് ചെയ്തത് ഉയർത്തിയിട്ടാണ്. അപ്പോൾ വെള്ളം പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിപ്പോൾ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോൾ ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ നോക്കാം, നമുക്കത് മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ്. അത് കാസർഗോഡ്, നീലേശ്വരം, ചീമേനി, കരിന്തളം പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് 300ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. കുടുംബങ്ങളെ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. നമ്മുടെ പ്രശസ്തമായ വള്ളംകളി നടക്കുന്ന കാര്യോട്ട് പുഴയാണത്. അത് കര കവിഞ്ഞൊഴുകുകയാണ്. 10-20ഓളം വീടുകൾ ഈ കാര്യങ്കോട് പുഴയുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്, കാര്യങ്കോട്ടുണ്ട്. അവരെല്ലാം പല വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പുകൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മഴക്കാലം ആയതുകൊണ്ട് പകർച്ചവ്യാധികളുണ്ടാവും. അതുകൊണ്ട് അടിയന്തരമായി മെഡിക്കൽ ടീമിനെ ഈ ക്യാമ്പുകൾ വിന്യസിക്കണം. ഞാൻ രാവിലെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇനി ഇവിടുന്ന് റവന്യൂ മന്ത്രിയെ കണ്ട് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ പേരാവൂരിലെ ഹനീഫ, രാജഗിരിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട രാജേഷ് എന്നിവരെ കണ്ടെത്താനായില്ല. പയ്യന്നൂരും മാടായിലും വീടുകൾ തകർന്ന് 2 പേർക്ക് പരിക്കേറ്റു. മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരനായ പാർത്ഥിബിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. പയ്യന്നൂർ കോളോത്ത് ചെറുക്കിണിയൻ ഗോപിയുടെ വീട് പൂർണ്ണമായി തകർന്ന് സഹോദരി ഇന്ദുവിന് പരിക്കേറ്റു. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 47 വീടുകൾ ഭാഗികമായി തകർന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടഞ്ഞ പാൽചുരത്തിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിലും വെളിയങ്കോടും കടലാക്രമണമുണ്ടായി. വെളിയങ്കോട് തീരത്ത് 3 വീടുകളും പാലപ്പെട്ടിയിൽ 2 വീടുകളും പൂർണ്ണമായും കടലെടുത്തു. കടലാക്രമണം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപത്തെ കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റി. പാലക്കാട് ഒറ്റപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. ഒറ്റപ്പാലം ആദിത്യ നഗറിൽ 8ഓളം വീടുകളിലാണ് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കയറിയത്. ഭാരതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണംകുണ്ട് കോസ്വേയിൽ കോഴിയുമായി വന്ന പിക്കപ്പ് വാൻ കുടുങ്ങി. അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ ജീപ്പ് ഷെഡിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണ് ജീപ്പും ഷെഡും തകർന്നു. വയനാട് ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി പാർപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. ക്യാമ്പുകളിൽ 324 കുടുംബങ്ങളിലെ 1068 പേരാണുള്ളത്. മഴയ്ക്ക് ശമനം വന്നതോടെ വെള്ളക്കെട്ടുണ്ടായ മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.